മച്ചാന്മാരെ നമസ്കാരം. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ന്യൂയോർക്കിലെത്തി. അപ്പോൾ ഇവിടെ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്, എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളിവിടെ ചെറിയൊരു സംഭവം കണ്ടത്. അപ്പോൾ വിചാരിച്ചു എല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. ഞങ്ങളിവിടെ ഹൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ സൈഡൊക്കെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇച്ചിരി വെറൈറ്റി ഉണ്ട്. എന്താ പറയുന്ന ഒരു പ്രത്യേക തരമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കുമെന്ന് തോന്നി, അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് ഓർത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോൾ എന്തായാലും കണ്ടിട്ടൊക്കെ വാ. ഇപ്പം ഞങ്ങളിപ്പോൾ ഔട്ടർ ആംഗ്രേജിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മണിക്കൂർ ഞങ്ങൾക്ക് ഇവിടെ ലൈറ്ററിങ്, അതായത് വേറെ ചെറിയൊരു ബാർജ് വരും, അതിലേക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ അതിന് ശേഷമായിരിക്കും ബാക്കി എന്താണ് പോർട്ടിൽ പോയിട്ട് ഡിസ്ചാർജിങ് ഒക്കെ. അപ്പോൾ ബാക്കി നമുക്ക് യാത്ര എന്താണ് പോർട്ടിലേക്ക് പോകുന്ന യാത്രയൊക്കെ നമുക്ക് എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ ടൈം ലാപ്സിൽ എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൾ ക്ലീനിങ് ടീമിനെ ഒന്ന് കണ്ടിട്ട് വരാം ഏട്ടാ. മച്ചാമ്പര് നമ്മുടെ ഹൾ ക്ലീനിങ് ടീമിനെ കണ്ടില്ലേ? സംഭവം വേറൊന്നും അല്ല, നമ്മുടെ നല്ല അടിപൊളി മീനുകളാണ്ട. മീനിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പിൻ്റെ സൈഡിൽ നമ്മുടെ ഈ കക്ക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഈ മീനുകളൊക്കെ തിന്നുന്നതായിട്ടുള്ള കുറച്ച് എന്താ പറയുക സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലല്ല, അതൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഈ മീനൊക്കെ വന്നേക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ആ ഹള്ളോ എന്താണ് ചെറിയ രീതിയിൽ ക്ലീനിങ് ഒക്കെ നടക്കും അത്. മച്ചാന്മാരെ, അപ്പോൾ നമ്മളിപ്പോൾ ഔട്ടർ ആംഗ്രേജിൽ നിന്ന് ഇന്നർ ആംഗ്രേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലൈറ്ററിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനു വേണ്ടി പോകണതാണ്. ഹോളിവുഡ് ഫിലിം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഏതാണെന്ന് മനസ്സിലാവുണ്ടാവും. ഇത് വേറൊന്നുമല്ല, ബ്രൂക്ലിൻ ബ്രിഡ്ജാണ്. നമ്മുടെ ഗോഡ്സിലേക്ക് ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ലൈറ്ററിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ഏരിയ ന്യൂജേഴ്സിയും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഏരിയ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉള്ളത് ന്യൂയോർക്ക് സിറ്റിയുമാണിത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ എടുത്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ 2 ഡെക്കായിട്ടുള്ള ബ്രിഡ്ജ് കാണുന്നത്. താഴെ ഡെക്കിൽ കൂടിയും കാറുകളും അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട്. അതുകൂടെ തന്നെ മേളിലത്തെ ഡെക്കിലും കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പാലം കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. മച്ചാന്മാരെ, ഇപ്പോൾ നമ്മൾ ലൈറ്ററിങ് ഒക്കെ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി അടുത്ത ജെട്ടിയിലേക്ക് പോകാൻ വേണ്ടി ന്യൂജേഴ്സിയിലാണ് നമുക്ക് അടുത്ത പോർട്ട് അറേഞ്ച് ആയിരിക്കണത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡിസ്ചാർജിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആങ്കറിലുള്ള സമയത്ത് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. സംഭവം വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റും. എനിക്കിവിടെ നിന്ന് എന്താ പറയുക, നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് ആ ഒരു ദൂരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മൊബൈൽ വിഷ്വൽസിൽ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ എടുക്കാൻ നേരത്ത് അത്ര ക്ലിയർ ആകുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ചെറിയൊരു ഏരിയയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിഷ്വൽസ് വരുന്നതനുസരിച്ച് അവിടെ ഒരു ഷിപ്പ് ഇപ്പോൾ എന്താ പറയുക പോർട്ടിലായിട്ട് പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആ ഒരു ഓറഞ്ച് ഷിപ്പ് കിടക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നേരെയായിട്ട് അവിടെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുന്നത്. എന്താ പറയുന്ന അടിപൊളിയാണ് സംഭവം. ഞങ്ങളുടെ ഷിപ്പ് അവിടെ ചെന്നിട്ടാണ് ടേൺ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റി. പക്ഷേ ഞാൻ പോയ സമയം രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം. പക്ഷേ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വിടണയാണ്. ഈ കാണുന്നതാണ് ന്യൂയോർക്ക് സിറ്റിയും കാര്യങ്ങളെല്ലാം. രാത്രി ആകുന്നിടത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്താ പറയുന്ന വർണ്ണശബളമായിട്ടുള്ള ഒരുപാട് ഇതെന്താണ് കാഴ്ചയാണത്. എന്താ പറയുന്നത്, എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുന്നത് സ്വപ്ന നഗരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും ബ്രൂക്ലിൻ ബ്രിഡ്ജ് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ ലൈറ്ററിങ് എല്ലാം കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ തേർഡ് എഞ്ചിനീയർ ആണ്. ആളുടെ ക്യാമറയിലാണ് നമ്മളിപ്പോൾ എന്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചായയൊക്കെ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് ചുമ്മാ ഇങ്ങനെ പുറത്ത് ഇരിക്കണതാണ്. ഫോർത്ത് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ആളിപ്പോൾ റേഞ്ച് വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം, ബൈ.